നമസ്കാരം. എല്ലാ മാന്യപ്രേക്ഷകർക്കും വിചിന്തൻ ന്യൂസിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. നാളെ നാം കാത്തിരുന്ന ദിവസം, കേരളത്തിന് പുതിയ ഒരു മുഖ്യമന്ത്രിയെ ലഭിക്കുന്ന ദിവസം. ഇലക്ഷൻ കഴിഞ്ഞു, റിസൾട്ട് വന്നു, ധാരാളം ദിനങ്ങൾ മുൻപോട്ട് പോയി. എന്നിരുന്നാലും നാളെ കേരളത്തിൻ്റെ പുതിയ മന്ത്രിസഭ രൂപീകരിക്കപ്പെടുകയാണ്. ശ്രീ വി ഡി സതീശനാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെട്ടത്. അദ്ദേഹം പറവൂരിൻ്റെ MLA ആണ്. ആഭ്യന്തരമന്ത്രിയായി ശ്രീ രമേശ് ചെന്നിത്തലയെയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. കോൺഗ്രസിനും UDFനും മുഴുവനായി 21 അംഗ മന്ത്രിസഭയാണുള്ളത്. അതിൽ കോൺഗ്രസിന് 12 സീറ്റാണ് ഇപ്പോൾ ധാരണയായിട്ടുള്ളത്. മുസ്ലിം ലീഗിന് 5 സീറ്റ് നൽകാമെന്നുള്ള ധാരണ ആയിട്ടുണ്ട്. നാളെ 10-നാണ് വി ഡി സതീശൻ മന്ത്രിസഭ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുന്നത്. ആഭ്യന്തരം കിട്ടിയാൽ മാത്രമേ മന്ത്രിസഭയിലേക്ക് വരുവാൻ സാധിക്കുകയുള്ളൂ എന്ന് രമേശ് ചെന്നിത്തല സൂചിപ്പിച്ചിരുന്നു. ആ ആവശ്യം നിറവേറ്റിയതുകൊണ്ടാണ്, അത് AICC ഹൈക്കമാൻഡ് അത് അംഗീകരിച്ചതോടുകൂടിയാണ് രമേശ് ചെന്നിത്തല മന്ത്രിസഭയിൽ ചേരാമെന്ന തീരുമാനമെടുത്തത്. എന്നാൽ വിജിലൻസ് വകുപ്പും തനിക്ക് തന്നെ വേണം എന്ന് രമേശ് ചെന്നിത്തല അഭ്യർത്ഥിച്ചിട്ടുണ്ട്. ഈ ആവശ്യം സതീശൻ ഇതുവരെ അതിനോട് അനുകൂലമായി പ്രതികരിച്ചിട്ടില്ല എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ജില്ലാ സാമൂഹിക അടിസ്ഥാനത്തിലാണ് മന്ത്രിമാരെ തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഓരോ ജില്ലയിലെയും ജാതി, സമുദായ, പാർട്ടി അനുബന്ധ ഘടകങ്ങളെ മുൻനിർത്തി ആ ഒരു ധാരണയിലാണ് മന്ത്രിസഭയിൽ ആളുകളെ നിശ്ചയിച്ചിട്ടുള്ളത്. മന്ത്രിസഭാ തിരഞ്ഞെടുപ്പിൽ അനാവശ്യമായ അഭിപ്രായ പ്രകടനം നടത്തിയെന്ന അപവാദം കേൾക്കേണ്ടി വന്നതിനാൽ ഇന്നലത്തെ ചർച്ചകളിൽ നിന്നും KC വേണുഗോപാൽ ഒഴിഞ്ഞു നിന്നു. അതിനിടയിൽ വി ഡി സതീശൻ രമേശ് ചെന്നിത്തലയെ പോയി കാണുകയുണ്ടായി. വി ഡി സതീശൻ KC വേണുഗോപാലിനെയും കാണുകയുണ്ടായി. അതിനുശേഷം വേണുഗോപാലും രമേശ് ചെന്നിത്തലയുമായി ചർച്ചകൾ നടന്നു. അതിനുശേഷം ആണ് ആഭ്യന്തര വകുപ്പ് മന്ത്രി എന്ന സ്ഥാനം ഏറ്റെടുക്കാമെന്ന് രമേശ് ചെന്നിത്തല തീരുമാനിച്ചത്. മുസ്ലിം ലീഗിന് 5 സീറ്റ് നൽകാം എന്നുള്ളതാണ് UDFൻ്റെ നിലപാട്. കോൺഗ്രസിൽ നിന്നും 12 മന്ത്രിമാരെ ഏറെക്കുറെ തീരുമാനിച്ചിട്ടുണ്ട്. അതിൽ രമേശ് ചെന്നിത്തല, സണ്ണി ജോസഫ്, K മുരളീധരൻ, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, വിഷ്ണുനാഥ്, AP അനിൽകുമാർ, M ലിജു, ബിന്ദു കൃഷ്ണ എന്നിവരെയാണ് പ്രഥമമായി പരിഗണിക്കപ്പെട്ടിട്ടുള്ളത്. അതിലുപരി പുനർപരിഗണനാ പട്ടികയിൽ റോജി M ജോൺ, ചാണ്ടി ഉമ്മൻ, G സിദ്ദിഖ്, ഷാനിമോൾ ഉസ്മാൻ, അൻവർ സാദത്ത്, IC ബാലകൃഷ്ണൻ, N ശക്തൻ, VT ബൽറാം എന്നിവരുടെ പേരുകളും നിലനിൽക്കുന്നുണ്ട്. മന്ത്രിസഭാ സ്ഥാനത്തിൽ നിന്ന് ഇവരെ ഒഴിവാക്കപ്പെട്ടാൽ ഇതിൽ ആരെങ്കിലും ഒരാളെ സ്പീക്കറാക്കാൻ തീരുമാനമുണ്ട്. മറ്റൊരാളെ ഡെപ്യൂട്ടി സ്പീക്കറാക്കുവാനും ആഗ്രഹിക്കുന്നു. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, റോജി M ജോൺ ഇവർ രണ്ടുപേരും സ്പീക്കർ സ്ഥാനത്തേക്ക് പറഞ്ഞു കേൾക്കുന്നുണ്ട്. അനൂപും കാപ്പനും ടേം വ്യവസ്ഥയിൽ മന്ത്രിസഭയെ നയിക്കട്ടെ എന്നാണ് അറിയാൻ സാധിക്കുന്നത്. 2.5 വർഷം അനൂപിനും 2.5 വർഷം കാപ്പനും വിധിച്ച് നൽകുകയാണ് ചെയ്യുക. മുസ്ലിം ലീഗിൽ ആദ്യ പരിഗണന PK കുഞ്ഞാലിക്കുട്ടിക്കാണ്. അതിനുശേഷം N ഷംസുദ്ദീൻ, PK ബഷീർ, KA ഷാജി എന്നിവർക്ക് സാധ്യതാ പട്ടികയിൽ പ്രാതിനിധ്യം കൂടുതലുണ്ട്. ബാക്കിയുള്ള ആളുകളുടെ ലിസ്റ്റുകൾ ആയി വരുന്നതേ ഉള്ളൂ. ചില പ്രത്യേക സാഹചര്യത്തിൽ മത്സരിക്കുവാൻ സാധിക്കാതെ പോയ ശ്രീ MK മുനീറിന് ക്യാബിനറ്റ് പദവിയോടുകൂടി ഒരു സ്ഥാനം നൽകണമെന്ന് മുസ്ലിം ലീഗ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹത്തിനായി ഭരണപരിഷ്കാര കമ്മീഷൻ അധ്യക്ഷപദം ആവശ്യപ്പെട്ടേക്കാം.